പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഈ പട്ടിക്കുട്ടന്മാര് റോഡിൽ നിന്ന് മാറത്തില്ല. ഇവന്മാരെ ഉറങ്ങുന്ന റോഡിന്റെ നടുക്ക് കിടന്ന ചൂടൊക്കെ അടിച്ച് റോഡിന്റെ നടുക്ക് കിടന്ന് ഉറങ്ങുക. നമ്മൾ ഇവരെ ഇടിക്കരുതെന്ന് പറഞ്ഞ് ചില വണ്ടികൾ ഒതുക്കുമ്പോ അവരെവിടെയും പോയി ഇടിക്കും. ഇവന്മാരെയും കൊണ്ട് ശല്യവും ഉണ്ട്. പിന്നെ ഇവന്മാര് മാറത്തില്ല, വണ്ടി വന്നാലും അവന്മാർ അവിടെ തന്നെ അങ്ങ് കിടക്കും. ഇതെന്തോ സംഭവം എന്ന് പറയുമ്പോൾ ചെല്ലി, നമ്മളിവിടെയൊക്കെ ചെല്ലി ഊച്ചി എന്നാ പറയുന്നത്. വൃത്തിയേടൊന്നുമല്ല കേട്ടോ, ചെല്ലി ഊച്ചി എന്നാ പറയുന്നത്. ഈ കറുത്ത ചെല്ലിയുണ്ട്, മഴ സമയമൊക്കെ ആകുമ്പോൾ ഇറങ്ങുന്നത്. അപ്പൊ ആ സാധനം വന്നിരുന്ന് കടിക്കും. ഒരു സ്മെല്ലും ഉണ്ട്. അത് പൂച്ചിക്കാട്ടോ, പൂച്ചിയുണ്ട്, ചെള്ളുമുണ്ട്. ചെള്ളു ഊച്ചുമ്പോഴേ ഇങ്ങനത്തെ കളർ വരുന്നത്. അപ്പൊ നമ്മള് ഒരു ആൽബം കാണിക്കാനും വേണ്ടി പോവാട്ടോ. അപ്പൊ ചേട്ടായി പോവാൻ നേരം ഞാനും വിചാരിച്ച ചേട്ടായുടെ കൂടെ കയറി പോവാം. വെറുതെ ഇരിക്കുവല്ലേ, അപ്പൊ പോവാന്ന് വിചാരിച്ച് നമ്മൾ അതിനായിട്ട് പോവാട്ടോ. ഈ ഉടുപ്പ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പണ്ടങ്ങാണ്ട് വാങ്ങിച്ചതാ. അപ്പൊ എന്റെ മുഖത്ത് എന്തോ കടിച്ച് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അപ്പൊ നമ്മള് രാവിലെ ചപ്പാത്തി, എല്ലാവരും ചോദിക്കും ചേച്ചി എന്നും ചപ്പാത്തി ഉള്ളോ ചേച്ചി? ചപ്പാത്തി ഒരു ദിവസം മുട്ടക്കറി, ഇല്ലെങ്കിൽ പിറ്റേന്ന് മുട്ടത്തോര, ഇല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയത്. ഇത് മാത്രം. ചേട്ടായി ചപ്പാത്തി മതിയെന്ന് ചോദിക്കാൻ മതിയെന്ന് പറയാം. ചേട്ടായിക്ക് ഗോതമ്പിന്റെ വേറെ ഒന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. ഇന്നലെ ഞങ്ങൾ ഗോതമ്പ് കൂട്ടുണ്ടാക്കി. ഞങ്ങളെല്ലാം ഗോതമ്പിന്റെ ഐറ്റംസാ. ചേട്ടായിക്കേ ഏജൊക്കെ ആയോണ്ട്, ഇനി ഷുഗറൊക്കെ ആയോണ്ട് നമ്മള് ഗോതമ്പിന്റെ ഐറ്റംസാ കഴിക്കുന്നത് കൂടുതല്. അതാ മെയിൻ കാര്യം. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണേ. രാവിലെ ഭയങ്കര മഴയായിരുന്നു. ഉറങ്ങാൻ എന്ത് സുഖാന്ന് അറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ മഴയത്ത് ഇങ്ങനെ ഉറങ്ങാന്. ഉറങ്ങുമല്ല, പൊതച്ച് മൂടി ഫാനും ഇട്ട് ഇങ്ങനൊക്കെ വെറുതെ കിടക്കാം, ഓരോന്നൊക്കെ ഓർത്ത് കൂട്ടി. അത് രസമില്ലേ? അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്ന വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. കുറച്ച് സമയം കിട്ടിയാലും ചേട്ടായി അന്നേരം പെസ് കളിക്കാനായിട്ട് ഇത് എടുക്കും കേട്ടോ. എനിക്കാണെങ്കിൽ ഇത് കാണുന്നത് ദേഷ്യം. ഞാൻ അപ്പം ഇങ്ങനെ സ്ക്രീന് ഇതാക്കി വിടും. അപ്പോൾ ചേട്ടാ എന്നെ വഴക്ക് പറയും. ഭയങ്കര മഴയായിരുന്നു, 2-3 ദിവസമായി കേട്ടോ. ശരിക്കും നമ്മൾ സൂര്യനെ ഒന്നും നല്ലപോലെ കണ്ടിട്ട്, സൂര്യൻ വരുന്നില്ല ശരിക്കും. അങ്ങനെ നമ്മൾ ചന്തയിലോട്ട് കയറി കേട്ടോ. ഈ ചന്തയിൽ ഞാൻ അമ്മയുടെ കൂടെ 1-2 വട്ടം വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും പത്തനായിരം ചന്തയിലൊക്കെ അല്ലേ പോകും, നമ്മളങ്ങനെ പുല്ല് വരത്തില്ലല്ലോ. അപ്പം ഞങ്ങളങ്ങനെ ചന്തയിലകത്തൂടെ പോകട്ടെ. അപ്പോൾ ചേട്ടായി താഴെ ഒരു കടയുണ്ട്. എനിക്കറിയാം, ഞാനും ചേട്ടായി പഠിച്ചത് പുനലൂർ, അതിൻ്റെ ഷോയാ ചന്തയിൽ ഒക്കെ കാണിക്കുന്നത്. പക്ഷേ പഠിക്കാൻ വന്നേ ഉള്ളു, പഠിച്ചിട്ടുമില്ല, ഒന്നുമില്ല. ഇതിന്റെ അപ്പുറത്തൊരു പൊറോട്ട കടയുണ്ട് കേട്ടോ. ഞങ്ങളൊരു 5 ബൈക്കില് ഉച്ചയാകുമ്പോൾ വരും. എന്തിനാ? പൊറോട്ടയും ബീഫ് ചാറും കിട്ടും. തിരിച്ച കിട്ടല കഴിക്കാൻ. അവിടെ നിന്ന് കഴിക്കുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ കഷ്ണം കാണും. 2-3 കഷ്ണം എന്തായാലും കിട്ടും. ഞങ്ങള് കഴിക്കുന്ന കഷ്ണം ഇല്ലയോ? ഒരു ബീഫ് ചാറിനകത്ത് കഷ്ണം കിട്ടും മിക്കടത്ത്. പിന്നെ കിട്ടും. എന്റെ പൊന്നി ചേച്ചി ഒന്ന് മാറും. നമ്മളെ 1 കിലോ കൊഞ്ച് വാങ്ങിച്ചു കേട്ടോ. അരയല്ല, 1/4 കിലോ 150 രൂപ. അല്ല, തള്ളിയതല്ല, ഉണക്ക കൊഞ്ച്, കുഞ്ഞു കൊഞ്ചുണ്ടായിരുന്നു. എനിക്ക് അത് വാങ്ങിക്കാൻ ഒരു ചായ ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ രുചി അറിയത്തില്ല. അതൊരുമാതിരി മിച്ചർ വറുത്ത പോലെ ഇരിക്കുക. കണ്ടിട്ട് എനിക്ക് വാരി തിന്നാനാ തോന്നിയത്, പക്ഷെ മണ്ടയിൽ ഈച്ചി ഇരിപ്പുണ്ടായിരുന്നു. ഈച്ച ഇരിക്കുന്ന സാധനം ഫ്രഷ് മോനെ, കെമിക്കൽ അടിക്കാത്ത. അത് പഴവാ, അല്ലാതെ കൊഞ്ചല്ല. പഴവർഗ്ഗങ്ങളാ, വാഴ. തന്തേക്കാ മോശം. ഞങ്ങളൊരു റീല് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴൊന്നുമല്ല. നിങ്ങൾക്ക് കൊച്ചൊക്കെ ആയി കഴിഞ്ഞ് മോനാന്നല്ലേ ഇങ്ങനെ വായി നോക്കുമ്പോ അഴുക്കിച്ചെടുക്കാം. തന്തേക്കാ മോശം. നമ്മളങ്ങോട്ട് പോവാട്ടോ. മഴ ഒരു രക്ഷയില്ല, ഒന്ന് തോരും ഒന്ന് വരും. ഇടിമണ്ണിക്കൽ ഗോൾഡിനെ പറ്റി എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എനിക്കൊരു അഭിപ്രായവും ഇല്ല. ഞാനത് കണ്ടുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇടിമണ്ണിക്കൽ ഗോൾഡിലെ സ്വർണ്ണം അവിടെ നമുക്ക് സ്വർണം കിട്ടും. എല്ലാ കടയെ അപേക്ഷിച്ച് സെയിം വിലയായിരിക്കും അവിടെ. അതാ ഏറ്റവും വലിയ പ്രത്യേകത. കാണുന്നവർക്ക് ഇപ്പൊ നമ്മളെ വലിച്ചു കയറാനുള്ള ദേഷ്യം കാണും. എന്തൊരു തിരക്കായ റോഡിലൊക്കെ. പറ കോളേജിന്റെ കാര്യം, അതിനാ ഫോൺ ഓണാക്കി വെച്ചേക്കുന്നത്. കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു. ആ സമയത്താണോ ലൈൻ പൊട്ടിയത്? ആണോ? A1 എന്തിയാ ചേട്ടായി? A1 ഹോട്ടൽ വേണ്ടേ? അറബിക് ഫ്രൈഡ് റൈസ്, തവ ചിക്കൻ, മന്തി, ദം ബിരിയാണി, ചിങ്കിടി എല്ലാം കിട്ടും ഇവിടെ. എന്നെ വേറെ പറഞ്ഞു. ഞങ്ങളൊരു ബിരിയാണി വെച്ച് പപ്പാതി തിന്നു. സെയിം ക്വാണ്ടിറ്റി പപ്പാതി എടുത്ത് കഴിച്ചേ. ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് പോയിട്ട് തിരിച്ചു വരാനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലുള്ളു. ഞങ്ങൾ കൊഞ്ചോടെ വാങ്ങിച്ചോണ്ട് പൈസ ഇല്ല ഞങ്ങളുടെ കയ്യിൽ.
അതുകൊണ്ട് ഒരു ബിരിയാണി വാങ്ങിച്ചു, ഷെയർ ചെയ്ത് കഴിച്ചു. എൻ്റെ വയറ് നിറഞ്ഞു. ചേട്ടായുടെ കുഴൽക്കിണറാന്ന് തോന്നുന്നു, നിറഞ്ഞില്ലെന്ന്. എടാ, ഞങ്ങള് പൈസ ഇല്ലെങ്കിലും കാറിലൊക്കെ പോവും, അത് വേറെ കാര്യം അല്ലയോ? ഞങ്ങളങ്ങനെ പൈസ ഇല്ലെങ്കിലും ഞങ്ങൾ ഉണക്ക കൊഞ്ചൊക്കെ വാങ്ങിക്കും. അയ്യോ വെറുതെ കേട്ടോ, ഒരുപാട് പൈസ ഉണ്ടെന്നല്ല, ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചു. കാരണം ഇനി ഞാൻ ഒരെണ്ണം മുഴുവനെ കഴിക്കത്തില്ല, അപ്പോൾ പപ്പാതി എടുത്ത് കഴിച്ചു. അതുകൊണ്ട് എന്നിടാ. അയ്യോ മഴക്കോള് നോക്ക്, എൻ്റെ ദൈവമേ. ഞങ്ങൾ പോത്തിനെ കാണാൻ പോകട്ടെ. ചേട്ടാ ഇപ്പം ഞാൻ കുളിക്കാൻ പോയ സമയത്ത് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു, ആറ്റുവാള. നമ്മുടെ വണ്ടി സർവീസ് ചെയ്തായിരുന്നു കേട്ടോ, പറഞ്ഞു. ആറ്റുവാള 1 കിലോ മീൻ, 1 പറ മീനും വാങ്ങിച്ചുകൊണ്ട് ഇനി വന്ന്. ഇനി അത് കറി വെച്ചിട്ടേ കുളിക്കാൻ പറ്റും. വരെ കണ്ട ഞങ്ങളുടെ പോത്താന്ന് ഇടയ്ക്കിടയ്ക്ക് വന്നങ്ങ് നോക്കുവാ പോത്തിന്. മഴ വരുന്നത് കുഴപ്പമില്ല, ഞാനല്ലേ വണ്ടി എഴുതുന്നേ. അങ്ങനെ വൈകിട്ടായപ്പോൾ നമ്മുടെ ജിജീഷ് അണ്ണൻ വന്നോട്ടോ. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.